നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ പ്രധാനമായും നടന്ന ഗോത്ര കലാപങ്ങളെ പറ്റിയാണ്. LD, LGS ഡിഗ്രി ലെവൽ എക്സാമുകളുടെ സ്ഥിരം ചോദ്യ സാന്നിധ്യമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കൾ വ്യക്തമായി തന്നെ ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ. അടുത്തതാണ് PSC 20 തവണയിൽ കൂടുതൽ ആവർത്തിച്ചതാണ് മുണ്ടാ കലാപം. എന്താണ് മുണ്ടാ കലാപം? ഇതിൽ തന്നെ മുണ്ടാ കലാപത്തിന്റെ നേതാവിനെ മാത്രം PSC 100ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കള്. മുണ്ടാ കലാപം നടന്ന വർഷം 1899 1900. അപ്പോൾ 1899 മുതൽ 1900 കാലഘട്ടത്തിൽ നടന്ന കലാപമായിരുന്നു മുണ്ടാ കലാപം. മുണ്ടാ കലാപത്തിന് നേതാവാരെന്ന് ചോദിച്ചാൽ ബിർസ മുണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. മുണ്ടാ കലാപത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബിർസ മുണ്ടയാണ്. മുണ്ടാ കലാപം നടന്ന പ്രദേശം നേരത്തെ പറഞ്ഞ നമ്മുടെ ചോട്ടാ നാഗ്പൂർ ആണ്. മുണ്ടാ കലാപം നടന്ന പ്രദേശം എവിടെയാണ്? ചോട്ടാ നാഗ്പൂർ ആണ്. മുണ്ടാ കലാപം അറിയപ്പെട്ടിരുന്ന മറ്റു രണ്ട് പേരുകളുണ്ട്. അത് നമ്മൾ വ്യക്തമായി പഠിക്കണം. വലിയ ബഹളം എന്നർത്ഥം വരുന്ന ഉൽഗുലാൻ. എന്താ പേര്? ഉൽഗുലാൻ. ഒന്നുകൂടി പറയാം. വലിയ ബഹളം എന്നർത്ഥം വരുന്ന ഉൽഗുലാൻ എന്നറിയപ്പെട്ടതും സർദാരിയാദ് അല്ലെങ്കിൽ നേതാക്കളുടെ യുദ്ധം എന്നറിയപ്പെട്ടതും മുണ്ടാ കലാപമാണ്. ഒന്നുകൂടി പറയാമേ. വലിയ ബഹളം എന്നർത്ഥം വരുന്ന ഉൽഗുലാൻ എന്നും അതിനോടൊപ്പം തന്നെ സർദാരി ലദായ് അല്ലെങ്കിൽ നേതാക്കളുടെ യുദ്ധം എന്നും അറിയപ്പെട്ടിരുന്നത് മുണ്ടാ കലാപമായിരുന്നു. 1789 മുതൽ 1832 വരെ ബ്രിട്ടീഷുകാർക്കെതിരെയും ജമീന്ദാരി സമ്പ്രദായത്തിനെതിരെയും മുണ്ടാ ഗോത്രവർഗക്കാർ 7 തവണ കലാപം നടത്തി. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1789 1832 കാലഘട്ടത്തിലൊക്കെ മുണ്ടാ ഗോത്ര വിഭാഗക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയിരുന്നു. എന്നാൽ അവയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള കലാപമായിരുന്നു. ആ കലാപത്തെയൊക്കെ ഈസി ആയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ചെയ്തു. അതുകൊണ്ട് അവയൊന്നും നമ്മുടെ ഹിസ്റ്ററിക്കകത്ത് വന്നിട്ടില്ല. 1789 മുതൽ 1832 വരെ എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന മുണ്ടാ ഗോത്രവർഗക്കാര് ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടീഷുകാരായിട്ട് എന്ത് ചെയ്തു? കലാപം നടത്തിക്കൊണ്ടിരുന്നു. അത് എത്ര തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 തവണ കലാപം നടത്തിയിട്ടോ. എത്ര തവണയാണ്? 7 തവണ അവർ കലാപം നടത്തി. മുണ്ടാ ഗോത്രവർഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഖുൻകട്ടി സമ്പ്രദായത്തെ നിർത്തലാക്കുകയും ജമീന്ദാരി സമ്പ്രദായം അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നത് ആദിവാസികൾക്കിടയിൽ കടബാധ്യതയും നിർബന്ധിത ജോലിക്കും കാരണമായി. എങ്ങനെയാ പറഞ്ഞിരുന്നത്? ഈ മുണ്ടാ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, അവര് കഴിക്കുന്നു, അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. എന്നാൽ അവർക്കിടയിൽ നിലനിന്നിരുന്ന ഖുൻകട്ടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം ആയിരുന്നു. ഈ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് ജമീന്ദാരി സമ്പ്രദായം എന്ത് ചെയ്തു? മുണ്ടാ ഗോത്രവർഗത്തിന് മേലെ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിക്കുകയും ഇത് ആദിവാസികൾക്കിടയിൽ കടബാധ്യത ഉണ്ടാകുന്നതിനും നിർബന്ധിത ജോലിക്കും എന്ത് ചെയ്തു? കാരണം. 1857 ഇവാഞ്ചലിക്കൽ ലൂഥറൽ മിഷന്റെ വരവോടുകൂടി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തോടു കൂടി ധാരാളം മുണ്ടകൾ എന്ത് ചെയ്തു? ഈ മിഷന്റെ ഭാഗമായിട്ട് മാറി. അതായത് 1857 നമ്മുടെ ഇവാഞ്ചലിക്കൽ ലൂഥറൽ മിഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മുണ്ടാ ഗോത്രവർഗക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തുകയും അവരുടെ പ്രവർത്തനം മൂലം ധാരാളം മുണ്ടകൾ ഈ മിഷന്റെ എന്ത് ചെയ്തു? ഭാഗമായി മാറുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ മിഷനറിക്ക് കൂടുതൽ കാലം തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നും തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരെയാണെന്ന് മനസ്സിലാക്കിയ മുണ്ടകൾ മിഷനെതിരെ പ്രവർത്തിക്കുകയും ബ്രിട്ടീഷുകാരെ കൂടുതൽ ശത്രുക്കളായി കാണുകയും ചെയ്തു. അതായത് ഈ മിഷനിൽ നിന്ന് ധാരാളം ധനസഹായം ആർക്ക് ലഭിച്ചിരുന്നു? ഈ മുണ്ടകൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും മിഷണറിയുടെ പ്രവർത്തനം അവതാളത്തിലാവുകയും ഇത് മനസ്സിലാക്കിയ മുണ്ടകൾ എന്ത് ചെയ്തു? അവരുടെ പഴയ വിശ്വാസങ്ങൾക്ക് എതിരെയാണ് ഈ മിഷണറി എന്ന് വിശ്വസിക്കുകയും അതിനോടൊപ്പം തന്നെ ഇത് കൊണ്ടുവന്ന ബ്രിട്ടീഷുകാര് കൂടുതൽ ശത്രുക്കളായിട്ട് അവരെന്ത് ചെയ്തു? കാണുവാനും ശ്രമിച്ചു. 1894 ബിർസ മുണ്ടാ ഗോത്രവർഗത്തിന്റെ സമുന്നത നേതാവായി മാറി. ഇതോടുകൂടിയാണ് മുണ്ടാ കലാപം ആളിക്കത്തിയത്. അതുവരെ മുണ്ടാ കലാപം നമ്മൾ പറഞ്ഞു നടന്നിരുന്നു. 7ഓളം മുണ്ടാ കലാപങ്ങൾ നടന്നിരുന്നു. എന്നാൽ അവയൊന്നും ശക്തമായിരുന്നില്ല. എന്നാൽ 1894 ബിർസ മുണ്ടാ ഗോത്രവർഗത്തിന്റെ സമുന്നത നേതാവായി വന്നതോടുകൂടി മുണ്ടാ കലാപം ശക്തമായി തീർന്നു. 1897 2 വർഷക്കാലത്തേക്ക് ബിർസ മുണ്ടയെ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. അപ്പോ ബിർസ മുണ്ടയെ ആദ്യമായി ബ്രിട്ടീഷുകാർ ജയിലിലടച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1897 ആണ്. എത്രയിലാണ്? 1897
1897 1899 ജയിൽ മോചിതനായ ബിർസ മുണ്ട അതിശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചു. 1899 ജയിൽ മോചിതനായ ബിർസ മുണ്ട അതിശക്തമായി ബ്രിട്ടീഷുകാരെ ആഞ്ഞടിച്ചു. 1900 വീണ്ടും എന്ത് ചെയ്തു? ബിർസ മുണ്ടയെ ബ്രിട്ടീഷുകാർ പിടിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ബിർസ മുണ്ടയ്ക്ക് കോളറ ബാധിക്കുകയും മരണപ്പെടുകയുമാണ് ചെയ്തത്. അതോടുകൂടി മുണ്ട കലാപം അടിച്ചമർത്ത. പറയാൻ ലാസ്റ്റ് പോയിന്റ്സ്. 1894 ബിർസ മുണ്ട ഗോത്രവർഗത്തിന്റെ സമുന്നത നേതാവായി മാറി. ഇതോടുകൂടി മുണ്ട കലാപം എന്ത് ചെയ്തു? ആളിക്കത്തി. 1897 ആദ്യമായിട്ട് ബിർസ മുണ്ടയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ജയിലിലടയ്ക്കുന്നു 2 വർഷക്കാലത്തേക്ക്. അങ്ങനെ 1899 ജയിൽ മോചിതനായ ബിർസ മുണ്ട അതിശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ ഞടിച്ചു. 1900 പിടിക്കപ്പെട്ട ബിർസ മുണ്ട പിന്നെയും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കൊണ്ടൊന്ന് ജയിലിലിട്ടു. എന്നാൽ അവിടെ വെച്ച് ബിർസ മുണ്ടയ്ക്ക് കോളറ ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു. ഈ പോയിന്റ് ഒന്ന് പഠിച്ചോളണേ. കോളറ ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു. ആരാണ്? ബിർസ മുണ്ട. ഇതോടുകൂടി മുണ്ട കലാപം അടിച്ചമർത്തപ്പെട്ടു. ഇതോടുകൂടി എന്ത് ചെയ്തു? മുണ്ട കലാപം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഫിൽ കലാപം. നമുക്ക് നോക്കാം എന്താ ഫിൽ കലാപം എന്നുള്ളത്. ഫിൽ കലാപം നടന്ന വർഷം 1818 1831 ഇടയ്ക്കാണ്. ഫിൽ കലാപം നടന്ന വർഷം എത്ര സുഹൃത്തുക്കളെ? 1818 1831 ഇടയിലായി. ഫിൽ കലാപം നടന്ന പ്രദേശം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലെ ഖണ്ഡേഷ് ആണ്. മറക്കരുത്, ഫിൽ കലാപം നടന്ന പ്രദേശം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഖണ്ഡേഷ് ആണ്. 1818 ബ്രിട്ടീഷുകാർ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഖണ്ഡേഷ് പ്രദേശം കൈയടക്കാൻ ശ്രമിച്ചതാണ് ഫിൽ കലാപത്തിന് കാരണം. ഈ കലാപങ്ങളുടെ കാരണം പഠിച്ചു വെച്ചോളണേ. 1818 ബ്രിട്ടീഷുകാർ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഖണ്ഡേഷ് പ്രദേശം കൈയടക്കാൻ ശ്രമിച്ചതാണ് ഫിൽ കലാപത്തിന് കാരണമായി. തദ്ദേശീയരായ ഫിൽ ഗോത്രവർഗക്കാർക്ക് തങ്ങളുടെ ഭൂമിയിൽ വരുത്തിയ ബ്രിട്ടീഷ് മാറ്റങ്ങളെ അംഗീകരിക്കുവാൻ ഒരു വിധത്തിലും തയ്യാറായിരുന്നില്ല. ഓർക്കുക, തദ്ദേശീയരായ ഫിൽ ഗോത്രവർഗക്കാര് തങ്ങളുടെ ഭൂമിയിൽ വരുത്തിയ ബ്രിട്ടീഷ് മാറ്റങ്ങളെ അംഗീകരിക്കാൻ യാതൊരു വിധത്തിലും തയ്യാറായിരുന്നില്ല. ആ പോയിന്റ്. തൽഫലമായി അവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചു. ഫിൽ ജനതയുടെ പരമ്പരാഗതമായി ലഭിച്ച വനത്തിന്മേലുള്ള അവകാശവും ഫിൽ ജനതയുടെ നിയമങ്ങളിൽ മേലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുകയറ്റവും കലാപത്തിന് കാരണമായി. രണ്ടാമതായി പറയുന്ന പോയിന്റ് എന്താണ് കലാപത്തിൻ്റെത്? ഫിൽ ജനതയുടെ പരമ്പരാഗതമായി ലഭിച്ചു വന്ന വനത്തിന്മേലുള്ള അവകാശവും ഫിൽ ജനതയുടെ നിയമങ്ങളിൽ മേലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുകയറ്റവും കലാപത്തിന് കാരണമായതായി പറയപ്പെടും. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. കലാപത്തെ അടിച്ചമർത്താൻ ആർക്ക് കഴിഞ്ഞില്ല? ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. നികുതി ഇനത്തിൽ ഇളവ് നൽകിയും വനത്തിന്മേലുള്ള പരമ്പരാഗത അവകാശം ഫിൽ ജനതയ്ക്ക് തിരിച്ചു നൽകിയും ബ്രിട്ടീഷുകാർ കലാപം അവസാനിപ്പിച്ചു. അപ്പോ ഫിൽ കലാപം എന്ന് പറയുന്നത് ഒരു വിജയമായിരുന്നു. ഈ ഫിൽ കലാപ സമയത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനത എന്ന് പറയുന്നത് ശക്തരായിട്ടുള്ള സംഘടിത ജനതയായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഫിൽ ജനതയ്ക്ക് നികുതി ഇനത്തിൽ ഇളവ് നൽകുകയും അവരുടെ വനത്തിന്മേലുള്ള പരമ്പരാഗത അവകാശം തിരിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കലാപം അവസാനിച്ചു. ഇവിടെ പഠിക്കേണ്ട പോയിന്റ് ഫിൽ കലാപം എന്ന് പറയുന്നത് ഒരു വിജയമായിരുന്നു. ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുവാനുള്ള കലാപമാണ് റാമോസി പ്രക്ഷോഭം അല്ലെങ്കിൽ കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം. റാമോസി പ്രക്ഷോഭം അല്ലെങ്കിൽ കലാപം. റാമോസി പ്രക്ഷോഭം നടന്ന തീയതി 1822 മുതൽ 1829 വരെ. റാമോസി പ്രക്ഷോഭം നടന്ന തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 1822 മുതൽ 1829 വരെയാണ്. റാമോസി പ്രക്ഷോഭത്തിന്റെ നേതാവാണ് ചിറ്റൂർ സിംഗ്. പഠിച്ചു വെച്ചോളണേ. UPSC ലെവലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഒരു ക്വസ്റ്റ്യനും കണ്ടിരുന്നു. അതുകൊണ്ട് പഠിക്കുക സുഹൃത്തുക്കളെ. റാമോസി പ്രക്ഷോഭം നടന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. റാമോസി പ്രക്ഷോഭം നടന്നത് എവിടെയാ സുഹൃത്തുക്കളെ? ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലാണ്. പശ്ചിമഘട്ടത്തിലെ മലയോര ഗോത്ര വിഭാഗക്കാരാണ് റാമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ സുഹൃത്തുക്കൾ വിചാരിക്കുന്നത് നമ്മുടെ തമിഴ്നാടെന്നുള്ളതാണെന്ന് വിചാരിച്ചതല്ലേ. കേരളത്തിൽ തമിഴ്നാട്ടിലൊന്നുള്ളതല്ല. നമ്മുടെ മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ആദിവാസി വിഭാഗമാണ് റാമോസി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തോട് ശക്തമായ അതൃപ്തി ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു റാമോസി ഗോത്രവർഗം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനങ്ങൾ ഗോത്രവർഗങ്ങൾക്ക് എതിരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗോത്രവിഭാഗമേ എന്ന് ചോദിച്ചാലും റാമോസി ഗോത്രവിഭാഗമായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തോട് ശക്തമായ അതൃപ്തി ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു റാമോസിസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ് ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനങ്ങൾ ഗോത്രവർഗങ്ങൾക്ക് എതിരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗോത്രവിഭാഗവുമായിരുന്നു റാമോസി. റാമോസി പ്രക്ഷോഭകർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമായിരുന്നു സത്താറ.
മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. സത്താറ. റാമോസി പ്രക്ഷോഭകരെ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ചോദിച്ച ഏതാ സുഹൃത്തുക്കളെ? അത് സത്താറയായി. ബ്രിട്ടീഷുകാർ റാമോസിനോട് സമാധാന നയം പിന്തുടരുകയും അവരിൽ ചിലരെ ഹിൽ പോലീസിൽ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. പഠിക്കേണ്ട പോയിന്റ് ആണ്. ബ്രിട്ടീഷുകാര് റാമോസിനോട് സമാധാന നയം പിന്തുടരുകയും അവരിൽ ചിലരെ ഹിൽ പോലീസിൽ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് ചില ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണും ഈ റാമോസിസ് പ്രക്ഷോഭം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഹിൽ പോലീസിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ജനതയായിരുന്നു റാമോസിസ് എന്ന് പറഞ്ഞ് ചില പുസ്തകങ്ങൾ കണ്ടിരുന്നു. അതിനുള്ള കാരണം ഇതാണ് കേട്ടോ. അല്ലാതെ റാമോസിസ് എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗ വിഭാഗമാണ്. അവരിൽ കുറച്ചു പേരെ റാമോസിസിന് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് അവരുടെ ഹിൽ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഭാഗം സുഹൃത്തുക്കളൊന്ന് വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഹോണ്ട് പ്രക്ഷോഭം അല്ലെങ്കിൽ ഹോണ്ട് കലാപം. ഹോണ്ട് പ്രക്ഷോഭം നടന്ന വർഷം 1837 മുതൽ 1856 വരെ. ഹോണ്ട് പ്രക്ഷോഭം നടന്ന വർഷം ചോദിച്ചാൽ 1837 മുതൽ 1856 വരെയാണ്. ഹോണ്ട് പ്രക്ഷോഭം നടന്ന സ്ഥലം ഒഡീഷ. മറക്കരുത്, ഹോണ്ട് പ്രക്ഷോഭം നടന്ന സ്ഥലം എവിടെയാണ്? ഒഡീഷയാണ്. ഹോണ്ട് പ്രക്ഷോഭ നേതാവാണ് ചക്ര ബിസോയി. പഠിച്ചു വെച്ചേക്ക. ഹോണ്ട് പ്രക്ഷോഭത്തിന്റെ നേതാവ് അല്ലെങ്കിൽ കലാപത്തിന്റെ നേതാവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചക്ര ബിസോയി ആണ്. യുവരാജ് എന്ന് സ്വയം പേര് സ്വീകരിച്ച ഹോണ്ട് പ്രക്ഷോഭ നേതാവാണെന്ന് ചോദിച്ചാൽ അത് ചക്ര ബിസോയി ആണ്. പഠിക്കേണ്ട പോയിന്റ് ആണ്. യുവരാജ് എന്ന് സ്വയം പേര് സ്വീകരിച്ച ഹോണ്ട് പ്രക്ഷോഭ നേതാവാണെന്ന് ചോദിച്ചാൽ അത് ചക്ര ബിസോയി ആണ്. ഹുമുസാർ, കലാഹണ്ഡി, പട്ന എന്നീ മേഖലകളിൽ നിന്നുള്ള ഗോത്രവർഗക്കാർ പ്രധാനമായും പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഈ ഹോണ്ട് പ്രക്ഷോഭത്തില് പ്രധാനമായിട്ട് പങ്കെടുത്തത് എവിടെ നിന്നുള്ള വ്യക്തികളായിരുന്നു? ഖുമുസാർ, കാലഹണ്ഡി, പട്ന മേഖലകളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരായിരുന്നു പ്രധാനമായും പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. പഠിക്കുക. ഖുമുസാർ, കാലഹണ്ഡി, പട്ന മേഖലകളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരായിരുന്നു പ്രധാനമായിട്ടും പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. മരിയ എന്നറിയപ്പെടുന്ന പ്രത്യേക ബലിതർപ്പണ ആചാരം നിയമവിരുദ്ധമാക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തെ തുടർന്നും പുതിയ നികുതികൾ ഏർപ്പെടുത്തിയതും ജമീന്ദാരിമാരുടെയും സാഹുക്കന്മാരുടെയും കടന്നുകയറ്റവും പ്രക്ഷോഭത്തിന് കാരണമായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മരിയ കേട്ടോ. പഠിക്കാതെ പോവരുത്, ഇമ്പോർട്ടന്റ് ആണ്. മരിയ എന്നറിയപ്പെടുന്ന പ്രത്യേക ബലിതർപ്പണ ആചാരം നിയമവിരുദ്ധമാക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമവും പിന്നെ സ്ഥിരം വരുന്ന ജമീന്ദാരി സമ്പ്രദായവും സാഹുക്കാരുടെയും കടന്നുകയറ്റവും പ്രക്ഷോഭത്തിന് കാരണമായി. സാഹുക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാട് നടത്തുന്നവർ കേട്ടോ. അവരുടെയും കടന്നുകയറ്റം എന്ത് ചെയ്തു? പ്രക്ഷോഭത്തിന് കാരണമായി. രാധാകൃഷ്ണ ദണ്ഡ് സേനയുടെ നേതൃത്വത്തിലുള്ള ചില പ്രാദേശിക മിലീഷ്യ വംശജരും അവരെ സഹായിച്ചു. ഈ രാധാകൃഷ്ണ ദണ്ഡ് എന്ന് പഠിച്ചോളെ, UPSC ലെവൽ ചോദിച്ചുള്ള ചോദ്യമാണ്. രാധാകൃഷ്ണ ദണ്ഡിന്റെ സേനയുടെ നേതൃത്വത്തിലുള്ള ചില പ്രാദേശിക മിലീഷ്യ വംശജരും ആരെ സഹായിച്ചു? ഹോണ്ട് പ്രക്ഷോഭത്തിനെ സഹായിച്ചു. 1955 ചക്ര ബിസോയി തടവിലാക്കപ്പെട്ടതോടുകൂടി കലാപം അവസാനിച്ചു. സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി പറയാം. ഹോണ്ട് കലാപം എന്ന് പറയുന്നത് 1837 മുതൽ 1856 വരെ ഒഡീഷ സംസ്ഥാനത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു അല്ലെങ്കിൽ കലാപമായിരുന്നു. കലാപത്തിന്റെ നേതാവ് ചക്ര ബിസോയി ആയിരുന്നു. യുവരാജ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടന്ന ഹോണ്ട് പ്രക്ഷോഭ നേതാവാരെന്ന് ചോദിച്ചാൽ അത് ചക്ര ബിസോയി ആയിരുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത ഗോത്രവർഗക്കാരൊക്കെയെന്ന് ചോദിച്ചാൽ ഹുമുസാർ, കാലഹണ്ഡി, പട്ന എന്നീ മേഖലയിലുള്ള ഹോണ്ട് ഗോത്രവർഗക്കാരായിരുന്നു പ്രധാനമായിട്ടും പ്രക്ഷോഭം നടത്തിയത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത് മരിയ എന്ന ബലിതർപ്പണ ആചാരം നിയമവിരുദ്ധമാക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമവും പിന്നെ സ്ഥിരം നടക്കുന്ന ജമീന്ദാരി സമ്പ്രദായവും അതിനോടൊപ്പം തന്നെ സാഹുക്കാരുടെ കടന്നുകയറ്റവും പ്രക്ഷോഭത്തിന് എന്താണ്? രാധാകൃഷ്ണ ദണ്ഡിന്റെ സേനയുടെ നേതൃത്വത്തിലുള്ള ചില പ്രാദേശിക മിലീഷ്യ വംശജരും കൂടി എന്ത് ചെയ്തു? ഹോണ്ട് പ്രക്ഷോഭകരെ സഹായിക്കുകയും 1955 ചക്ര ബിസോയിയെ തടവിലാക്കിയതോടെ ഹോണ്ട് കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തു. ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങളെ കുറിച്ചുള്ള പറയുന്ന ഫസ്റ്റ് പാർട്ട്. ഇതിനുശേഷമുള്ള ഒരു പാർട്ട് കൂടെ വരുന്നുണ്ട്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക ഇത്രയും ഭാഗം. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. ഒരിക്കൽ കൂടി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.